എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്കൊരു ട്രിപ്പ് പോയതാ അങ്ങ് മലക്കപ്പാറയ്ക്ക്. കീഴിലെ ട്രിപ്പാണ്. ഈ ട്രിപ്പ് ഞാൻ പോയത് നമ്മുടെ ചങ്ങനാശ്ശേരി KSRTC നിന്നാണ്. KSRTCയിലെ BTS എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഏറ്റവും കാലം പേർക്ക് അറിയാം. എന്നിരുന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയുന്നത് BTS എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ടൂറിസം സെൽ. ബഡ്ജറ്റ് ടൂറിസം അതായത് KSRTCയുടെ ചിലവ് കുറഞ്ഞൊരു വിനോദയാത്രാ പദ്ധതിയാണ് ഈ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള 93 ഡിപ്പോയിൽ നിന്ന് ഏതാണ്ട് 90% ഡിപ്പോയിൽ നിന്ന് ഇപ്പം ഈ ഒരു ടൂർ ഓപ്പറേറ്റിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഏതെങ്കിലും ഡിപ്പോയിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ തൊട്ടടുത്തുള്ള ഡിപ്പോയിൽ വിവരങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കോർഡിനേറ്റർ നമ്പർ കിട്ടും. ആ നമ്പർ മുഖാന്തരം നമുക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ ദിവസം ഏതൊക്കെ സ്ഥലത്തേക്കാണ് ടൂർ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ടൂർ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ജോയിൻ ചെയ്യാം. താല്പര്യമുള്ളത് തുടർച്ചയായിട്ട് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ കാണും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് വീണ്ടും പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റും. അപ്പോൾ ഈ മലക്കപ്പാറ ട്രിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ മലക്കപ്പാറയ്ക്ക് പോയിട്ടുണ്ട്. അത് നമ്മുടെ ആനബസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൻ്റെ മീറ്റപ്പിനായിട്ടാണ്. അന്ന് അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട്ടൊക്കെ നല്ല ടേംസിലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അവിടെ പോയപ്പം അത് ഞാൻ അവിടുത്തെ സാറുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തു. എനിക്ക് അന്ന് യാത്രക്കാരനായിട്ട് പോയതെങ്കിൽ ഇന്ന് ഞാൻ ഇത്തവണ പോയത് ഡ്രൈവറായിട്ടാണ്. അതായത് BTCയുടെ ഡ്രൈവറായിട്ട് പോയി. കീഴിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കീഴിലെ എക്സ്പീരിയൻസ് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ മലക്കപ്പാറ എന്ന് പറയുന്നത്. കാരണം ഇടുങ്ങിയ വഴിയിലുള്ള യാത്രയാണ്, വനത്തിലൂടെയുള്ള യാത്രയാണ്. ഇതിനകത്ത് 2-3 വെള്ളച്ചാട്ടമുണ്ട്. ഒന്ന് ആതിരപ്പള്ളി, പിന്നൊന്ന് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ നമ്മൾ വാഴച്ചാൽ, അത് കഴിഞ്ഞാൽ മലക്കപ്പാറയിലേക്ക്. മലക്കപ്പാറ എന്ന് പറയുന്നത് നമ്മുടെ ഷോള ഡാമൊക്കെ പോയി കണ്ടു. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട് ഞാൻ വാഴച്ചാൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ അത് നിങ്ങൾ തിരുത്തി കാണണം. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാര്യം, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ടൂർ പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ KSRTC ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാ ഡിപ്പോയിൽ നിന്നുമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ ടൂർ പോകുമ്പോൾ വനത്തിലൂടെയുള്ള യാത്രയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന അതേ കാര്യങ്ങൾ നമ്മൾ അതേപടി അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കാരണം നമ്മളിപ്പോൾ ചെല്ലുന്നത് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന അവരുടെ ടെറിട്ടറിയിലേക്കാണ്. നമ്മളവിടെ ഗസ്റ്റാണ്. അപ്പോൾ അത് അവരുടെ സ്ഥലമാണ്. അപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അവർ പറയുമ്പോൾ അതേപടി നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കണം. അപകടമൊന്നുമില്ലാതെ നമുക്ക് പോയി വരണം. വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. ഓക്കെ, എനിവേ BTCയുടെ വേറെ ട്രിപ്പ് വന്ന വണ്ടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ആ നിൽക്കുന്നതൊക്കെ എണ്ണപ്പനയാണ് കേട്ടോ. എണ്ണപ്പനയാണ് നിൽക്കുന്നത്. എനിക്ക് മനോഹരമായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളിയല്ലേ. ആതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ പാലം കണ്ട് നമ്മൾ ഇത് സിൽവർ സ്റ്റോം എന്ന് പറയുന്ന ഒരു എൻജോയ്മെൻറ്റ് പാർക്കാണ്. ഈ പാലത്തിന് പേര് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ പാലത്തിന് പേരാണ് വെറ്റിലപ്പാറ ബ്രിഡ്ജ്, വെറ്റിലപ്പാറ പാലം കേട്ടോ. ഇപ്പോൾ നമുക്കിവിടെ നേരെ ആതിരപ്പള്ളി പോകാം. അങ്ങനെ വെറ്റിലപ്പാറ ബ്രിഡ്ജ് കണ്ടിട്ട് നമ്മളിപ്പോൾ നേരെ ആതിരപ്പള്ളി പോകാം. മനോഹരമായൊരു പാലമാണ് കേട്ടോ. ഇതുകൊണ്ട് 2 സൈഡും മനോഹരമായിരിക്കും. ഇതുപോലുള്ള യാത്രയൊക്കെ പോരും കേട്ടോ. നമ്മുടെ KSRTC ഇതുപോലുള്ള യാത്രയുണ്ട്. ഇത് മലക്കപ്പാറ യാത്രയാണ്. നമുക്കിനി ആതിരപ്പള്ളിയിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തെത്തി. ഒരു രക്ഷയില്ല. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. ഇരിക്കുന്ന സൗണ്ട് സിസ്റ്റമാണ് കേട്ടോ. നമ്മുടെ KSRTC നമ്മുടെ ചങ്ങനാശ്ശേരി BTCക്ക് തന്നിരിക്കുന്ന സൗണ്ട് സിസ്റ്റമാണ്. അഹൂജയുടെ ഒരു സ്പീക്കറാണ്. ബ്ലൂടൂത്ത് സ്പീക്കർ, മൈക്രോഫോൺ എല്ലാം വർക്ക് ചെയ്യുന്ന സ്പീക്കറാണ്. എനിവേ അപ്പോൾ നമ്മളിങ്ങനെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നു. ഞാനിങ്ങനെ വണ്ടി ഒരുപാട് ദൂരെ മാറ്റിയിട്ടേക്കാണ്. ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് സ്ഥല സൗകര്യം കുറവാണ്. അങ്ങനെ തന്നെ വണ്ടിയുടെ നല്ല തിരക്കും ആ കാഴ്ചകളൊക്കെ കാണാം. പറ്റുവാണെങ്കിൽ നമുക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ആ വിദൂര ദൃശ്യം നമുക്കൊന്ന് കാണുകയും ചെയ്യാം. ഓക്കെ, ഇഷ്ടംപോലെ വണ്ടി കേട്ടോ. ഇതിപ്പം കുറേ ദൂരം നടക്കണം. ഇങ്ങനെ ഫോറസ്റ്റാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ കംപ്ലീറ്റ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഒരുപാട് ദൂരം നടക്കണം. ഒരു സൈഡിൽ നോ പാർക്കിങ്ങിൻ്റെ ബോർഡൊക്കെ കിട്ടി തൂക്കി വേണ്ടല്ലേ.
അവിടെ കയറ് കിട്ടിയേക്കും അവിടെ പാർക്ക് ചെയ്യാതിരിക്കാനായിട്ട്. വലിയ മരത്തിന് കീഴിലൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലോട്ട് വണ്ടി കിടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വണ്ടി, ഒരുപാട് വണ്ടിയുണ്ട്. ചെറിയ ചെറിയ കച്ചവടമൊക്കെ, പാവകളും ടോയ്സൊക്കെ ഒരുപാട് കച്ചവടമുണ്ട്. ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങിക്കാം. അതുപോലെ വ്യൂ പോയിൻ്റ് അങ്ങോട്ട് പോകാനായിട്ട് നമ്മുടെ വണ്ടി നല്ല കിട്ടി. അവിടെ പറയാം വ്യൂ പോയിന്റ് കാണണ്ടേ? വ്യൂ പോയിന്റ് കാണിക്കാം. ആതിരപ്പള്ളി വാഴച്ചാൽ വാട്ടർഫാൾ കണ്ടാ, കാണിച്ചില്ലെന്ന് പറയുന്നത്. ഇത് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു VTC ട്രിപ്പിൽ ഇങ്ങോട്ട് വരുന്ന മലക്കപ്പാറ ട്രിപ്പിൽ വരുന്ന വണ്ടി, അല്ല ആതിരപ്പള്ളി വാഴച്ചാൽ വരുന്ന വണ്ടിയെ കയറിക്കോ. ഓക്കെ, നമുക്കിനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോയാൽ. നമ്മളങ്ങനെ വാഴച്ചാലെത്തി കേട്ടോ. വാഴച്ചാൽ വാട്ടർഫാൾ കണ്ടിട്ട് ആൾക്കാരെല്ലാം അങ്ങോട്ട് പോയി, നമുക്ക് പോയി കാണാം. ഇപ്പോൾ നമ്മൾ താഴെ നിന്നെടുത്ത എൻട്രി ഫീസ് 60 രൂപ. ഫീസിൻ്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ കേട്ടോളൂ. അവിടെ 60 രൂപ ഒരാൾക്ക് ഫീസ് ഉണ്ട് കേട്ടോ. ആ ഫീസ് ഇവിടെയും നമുക്ക് വാല്യൂബിളാണ്. നമുക്കിനി ഇതിനകത്തേക്ക് കയറി കാണാം കാഴ്ചകൾ. ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ്. ഇവിടുന്ന് ഇങ്ങോട്ട് വനമാണ് കേട്ടോ. ഇതിനകത്തേക്ക് കയറാം. ഓക്കെ, നമ്മളങ്ങനെ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇതിനുള്ളിലേക്ക് കയറി. ഇത് പാർക്കിൻ്റെ ഒരു ഫീലാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അതൊക്കെ അടിപൊളിയല്ലേ? വനത്തിനുള്ളിലാണ് ഇത് ഓർക്കണേ. ഫീലില്ല, പാർക്ക് തന്നെയാണ്. ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഓഫീസാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഒച്ച കേട്ടോ. അങ്ങനെ നമ്മൾ അത് വെള്ളച്ചാട്ടമെന്ന് പറയാൻ പറ്റത്തില്ല, പാറയിൽ കൂടെയുള്ള ഒഴുക്ക്. ഇതാണ് വാഴച്ചാൽ വാട്ടർഫാൾ. അപ്പോൾ ഈ വെള്ളത്തറമുള്ള സമയത്ത് ഇത്രയും വെള്ളമുള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തോടെ ഭയങ്കര വെള്ളമായിരിക്കും. വെള്ളമൊന്നും കാണാൻ പറ്റില്ല. എങ്ങനെയുണ്ട് സാറേ ട്രിപ്പ്? അടിപൊളിയല്ലേ? ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് മലക്കപ്പാറ, ഇങ്ങോട്ടേക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ മലക്കപ്പാറ എത്തിട്ടാ. മലക്കപ്പാറയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മല്ലിച്ചേച്ചിയുടെ കടയിൽ നിർത്തി. ഈ കണ്ടാണ് മല്ലിച്ചേച്ചിയുടെ കട. അപ്പം ഈ നമ്മുടെ വണ്ടി തന്നെ കിടക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു മലക്കപ്പാറയുടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ എനിക്കിപ്പോൾ വണ്ടി ഇട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വണ്ടി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കുറേ ഭംഗിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. അതിന് വേണ്ടി തേയിലയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച മല്ലിച്ചേച്ചിയുടെ കട ഇതാണ് കേട്ടോ. ഈ കണ്ടാണ് മല്ലിച്ചേച്ചിയുടെ കട. മേളിൽ നിന്നാണ് കഴിച്ചത്. ഇവിടെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ള സൗകര്യം ഇവിടെല്ലാം ചെറിയ ചെറിയ കടകളാണ്. സ്ഥലപരിമിതി കൊണ്ട് ചെറിയ ചെറിയ കടകളാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മലക്കപ്പാറയുടെ ഒരു ചെറിയ കുഞ്ഞിവ്. ഇതുപോലെ തന്നെ വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ്. ചുറ്റോട്ടം എനിക്ക് വണ്ടി ഇട്ടിട്ട് എങ്ങും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഹോം സ്റ്റേ, ചാർജ് കുറവുള്ള ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കിടക്കുന്ന നമ്മുടെ കണ്ണൂരിൻ്റെ എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകേണ്ട ഈ വഴി നേരെ നമ്മുടെ ഇവിടെ ഒരു ഡാമുണ്ട്. ആ ഡാം കണ്ടിച്ച് നമുക്ക് ഈ വഴി തിരിച്ച് വന്ന വഴി ഞങ്ങൾ പോകും. അതാണ് നമ്മുടെ ഈ ട്രിപ്പ്. അവിടെ കൊണ്ട് ട്രിപ്പ് നമ്മുടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഈ കാണുന്നത് തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ്. ഇവിടെ കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഇത്. അപ്പോൾ നമുക്ക് പതുക്കെ ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോണ്ട് അങ്ങനല്ല നിൽക്കണ്ട, ഞാൻ കാണിച്ചു. ഇത് നമ്മുടെ പെരിന്തൽമണ്ണയുടെ വണ്ടി കേട്ടോ. അവിടെ നിന്ന് ട്രിപ്പാണ്. അങ്ങനെ നമ്മളിപ്പം ഡാമിൻ്റെ അരികത്ത് വന്നിരിക്കുകയാണ് കണ്ടോ. അവിടെ എല്ലാവരും ഇറക്കിയിട്ട് ഞാൻ വണ്ടി മാറ്റി പാർക്ക് ചെയ്തു. എന്നിട്ട് അവരെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി പോവാണ്. അതാണ് ഡാം കേട്ടോ. പോട്ടെ, ഇത് ഡാമെന്ന് പറഞ്ഞില്ലല്ലോ. ഇതാണ് തമിഴ്നാട്ടിലെ ഷോളയാർ ഡാം പാർക്ക്.
ഡാം അത് പാർക്ക് താഴെയുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. നല്ല ക്ലൈമറ്റ് കേട്ടോ. ഡാമിൻ്റെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം ഒരു ഭയങ്കര സംഭവമാണ്. ഇതുണ്ടോ, അതാണ് ഡാം. ഉള്ള വെള്ളം നല്ല ശക്തിയിലാണ് ഒഴുകുന്നത്. ഇതെന്താ സംഭവം ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഇതുണ്ടോ, ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പക്ഷേ അത് പഴയ പില്ലറിൻ്റെ വല്ല ആയിരിക്കാം, ഇത് പുതിയ പാലമായിരിക്കാം. എനിക്ക് ഡാം പൊളി, വെള്ളം ഒഴുകുന്നുണ്ടോ, അടിപൊളിയല്ലേ. ഡാമിൻ്റെ മറുവശം ഈ വെള്ളമുള്ളിടത്ത് വെള്ളമില്ലാത്തടത്ത് ഫോട്ടോക്കണ്ടിലേക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. പശ്ചാത്തലത്തിൽ നമ്മുടെ ഷോളയാർ ഡാമും ഹാപ്പിനെസ് മെമ്മറിയാണ്. എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇപ്പം നമ്മൾ താഴെ നിന്നൊരു ഷോളയാർ ഡാം കണ്ടില്ലേ, അതിൻ്റെ മുകളിലാണ്. ഇതാണ് മുകളിൽ താഴേക്ക് നോക്കുമ്പോഴൊരു വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, എല്ലാവരും കൊണ്ടുവന്നു കേട്ടോ. ഇപ്പം നമുക്ക് വെള്ളം കിടക്കുന്നതാണ്. കണ്ടോ, കിടിലല്ലേ. നമ്മുടെ എക്സ്പ്രസ് അവിടെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ മാറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. വേറെ എന്നറിയോ, നമ്മുടെ കോർഡിനേറ്ററാണ് കേട്ടോ. സാർ ഓക്കെ അല്ലേ? ഇപ്പം നമ്മുടെ യാത്രക്കാരൊക്കെ ഓക്കെയാണ്, ഹാപ്പിയാണ്. ഷോളയാർ ഡാം. ഇപ്പം നമ്മുടെ പിറ്റേഴ്സ് ട്രിപ്പ് ചെയ്തതോടുകൂടി മലക്കപ്പാറ ട്രിപ്പ് ഷോളയാർ ഡാം ഒരു ക്ലോസ് ആവാം. ഇനിയിപ്പം നമ്മളിവിടെ നേരെ തിരിച്ചു പോകാം. തിരിച്ചു പോകാൻ നേരത്തെ ഇവിടെ ഇറങ്ങണം. നമ്മുടെ 5:10 ചാലക്കുടി ബസ്സുണ്ട്. അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന്, ആ ബസ്സിന് മുന്നേ നമുക്ക് ഇവിടുന്ന് പോകണം. കാരണം അത് നമുക്കൊരു സപ്പോർട്ട് ബസ്സായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നേ ഇവിടെ ഇറങ്ങുന്നത്. ഓക്കെ, ഇനി അടുത്ത ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പം ഗവിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അഞ്ചുരുളി, ഇടുക്കി അഞ്ചുരുളി ഉണ്ട്, ഗവിയുണ്ട്. എല്ലാവർക്കും സ്വാഗതം. BTCയിലേക്ക്, ചങ്ങനാശ്ശേരി BTCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. പൊതുവെ കണ്ടോണം, ഇതിനെ കണ്ടില്ലെന്ന് പറയരുത്.